ഹലോ കേസ് രാവിലെ തന്നെ നീച്ചപ്പോഴാണ് നമുക്ക് ആ ഓർമ്മ വന്നത്. നമ്മളെ കാർ പണിക്കൊടുത്തിന്ന് ഇതുവരെയായിട്ട് നമ്മൾ അവിടെ പോയിട്ടില്ല. നമുക്ക് പിന്നെ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ടൊന്ന് പോകുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നാളെ വണ്ടി ഇട്ടുള്ളൂ പറഞ്ഞു. അവിടെ കുറച്ച് നേരം തിരിഞ്ഞപ്പോൾ നല്ലൊരു ജിപ്സി ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വണ്ടിപ്രാന്തമാർക്ക് എന്തെങ്കിലുമൊക്കെ ആവും. അവിടെ കുറച്ച് നേരം തിരിഞ്ഞു കളിച്ച് നേരെ നമ്മളെ ചങ്ങാന്റെ ഇടയ്ക്ക് പോയി. ഇവിടെയാണെങ്കിൽ ഈദ് പ്രമാണിച്ച് കിടിലും ഷൂ കൊണ്ടെന്ന് ഇറക്കിയിട്ടുണ്ട്. എയർഫോഴ്സിന്റെ ഷൂ ഒക്കെ ഒരു ലോഡ് കൊണ്ടെന്ന് ഇറക്കിയിട്ടുണ്ട്. എയർഫോഴ്സിനൊക്കെ ആണെങ്കിൽ ഈദ് പ്രമാണിച്ച് നല്ല കിടിലും ഓഫർ ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ ഒന്ന് വാങ്ങിയിട്ട് കാലം വിടാൻ തോന്നും. എയർഫോഴ്സ് മാത്രമല്ല കുറെ ഷൂകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഈദ് പ്രമാണിച്ച് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത കിടിലും ഷൂകളാണ്. ഷൂവിനെ കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഷോപ്പായ കിക്ക് ലാബിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും പെട്ടെന്ന് വരികയാണെങ്കിൽ ഓഫർ പ്രൈസിൽ എയർഫോഴ്സിന്റെ ഹൈ ക്വാളിറ്റി ഷൂകളൊക്കെ എടുത്തുകൊണ്ടാവാം. പിന്നെ ഈദ് പ്രമാണിച്ചായിരിക്കും ഷർട്ടും പാന്റും എടുക്കണമെങ്കിൽ നമ്മളെ കിക്ക് ലാബിന്റെ തൊട്ടപ്പുറത്തുള്ള വെക്സ് ഓഫിലേക്കും വരാം. ഇവിടെയൊക്കെ പെരുന്നാൾ പ്രമാണിച്ച് കിടിലും ഷർട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷർട്ട് മാത്രമല്ല ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ചെക്ക് ഷർട്ടുകളും ഉണ്ട്. ഈ വലിയ പെരുന്നാൾ ഇവിടെ വന്നാൽ നല്ല കിടിലും ഷർട്ടും അതുപോലെ തന്നെ നല്ല ജീൻസ് പാന്റും കൊണ്ടുപോകാം. ഈ രണ്ട് ഷോപ്പും വരുന്നത് സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷന്റെ ഓപ്പോസിറ്റുള്ള കിക്ക് ലാബിലേക്ക് വന്നാൽ നല്ല ഷൂസും വെക്സ് ഓഫിലേക്ക് വന്നാൽ നല്ല ഷർട്ടും പാന്റും കൊണ്ടുപോകാം. അതും കഴിഞ്ഞ് നേരെ ഞാൻ ഉപ്പച്ചിന്റെ സൈറ്റിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഉപ്പച്ചി വിളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 1 മണി 1:30 ആയപ്പോഴത്തേക്ക് ഇവർക്ക് വെസ്കാൻ തുടങ്ങിയതുകൊണ്ട് ഉപ്പച്ചി ഞാനും കൂടി നേരെ ബൈക്ക് കൊടുത്ത് ഉച്ചക്ക് നല്ല ഊണ് വാങ്ങാൻ പോയി. ഉപ്പച്ചിക്ക് 3 എക്സ്ട്രാ പണിക്കാരുണ്ടായതുകൊണ്ട് അവർക്കുള്ള 3 പൊതി ചോറും വാങ്ങി ഞങ്ങൾ നേരെ സൈറ്റിക്ക് പോയി. അവർക്ക് ഉച്ചക്കേക്കുള്ള ചോറും കൊടുത്ത് ഞാൻ നേരെ കഴിഞ്ഞ ദിവസം സ്പീക്കർ നന്നാക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ആ സത്യം അറിഞ്ഞത്. ഇവിടെ വാതിലും പൂട്ടി ഓല് ചോറുന്നാൻ പോയി. പിന്നെ മനുഷ്യന്മാർക്ക് മാത്രമല്ലല്ലോ വിശപ്പിള്ളേ, വണ്ടികൾക്കും പെട്രോൾ വെച്ചെടുത്താലേ വണ്ടികൾ നീങ്ങുള്ളൂ. അതുകൊണ്ടൊന്നും നോക്കിയില്ല, 100 ഉറുപ്പിക എടുത്ത് വീശി 100 ഉറുപ്പിക്കുള്ള എണ്ണ അടിച്ച് നേരെ പുരയിലെത്തിയപ്പോ റമീസിനാണെങ്കിൽ ഡ്രൈവിംഗിന്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഓനെ ഡ്രൈവിംഗ് സ്കൂളിലാക്കി നേരെ ഞാൻ പുരയ്ക്ക് പോയി. ഇവിടെ വന്നപ്പോ നല്ല ബീഫ് കറിയും ചോറുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ചോറും ചായയും കിട്ടി നമ്മളെ വളരെ എല്ലാവർക്കും അതുപോലെ തന്നെയല്ലേ, ചോറും ചായ എന്നാൽ തന്നെ വളരെ. ഞാൻ എന്ത് തേങ്ങയല്ലേ പറയും. ഇത് കാണുമ്പോ സാമൂഹ്യ പ്രവർത്തനം തോന്നും, പക്ഷെ കാണുന്ന പോലെയല്ല. ഉപ്പാന്റെ അനിയന്റെ മോനെ റോഡിന്റെ അപ്പുറത്തേക്ക് ക്രോസ് ആക്കി കൊടുക്കാൻ പോയതാണ്. കുറച്ചു സൈഡ് ടൗണിലൊക്കെ പെരുന്തിരക്കാം. അങ്ങനെ നമ്മളെ സ്പീക്കറിന്റെ കടയിൽ പോയപ്പോ നമ്മളെ സ്പീക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും റെഡിയാക്കി വാങ്ങി നേരെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പ് പോയിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങാണ്ടായിരുന്നു, അതും വാങ്ങി. സമയം നോക്കിയപ്പോഴാണ് സമയം 4:30 ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ബജ്ജി വണ്ടി വന്നിട്ട് ചായക്കുള്ള കടിയും വാങ്ങി നേരെ പോരേക്കങ്ങ്. അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.